അമ്മമ്മയുടെ പേര് ഒന്നുകൂടെ പറയാമോ? ആലിസ് ജേക്കബ്. മിസ് ആലിസ് ഏത് വർഷമാണ് 10th പാസ്സായത്? 67 +2 തുരുത്തിക്കാട് BAM കോളേജ്. ഏത് ഗ്രൂപ്പ് ആയിരുന്നു? ഗ്രൂപ്പ് സയൻസ്, സെക്കൻഡ് ഗ്രൂപ്പ്. അവിടുന്ന് റീവ മെഡിക്കൽ കോളേജിലോട്ട് ആരാണ് കൊണ്ടുപോയത്? ഞങ്ങളുടെ അടുത്തുള്ള ഒരു പാർത്തോട്ടെ ഒരു അമ്മാമ ഉണ്ടായിരുന്നു. അവിടെ റീവ മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗ് ട്യൂട്ടറായിരുന്നു. അമ്മാമയെ അവിടെ വന്നപ്പോൾ എൻ്റെ ഫാദർ അമ്മാമയോട് പറഞ്ഞു. അങ്ങനെ അമ്മാമ എന്നെ റീവായ്ക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ അവിടുത്തെ ടെസ്റ്റ് എല്ലാം പാസ്സായി. പിന്നെ നേഴ്സിങ്ങിന് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. I studied there for 3.5 years. Then I graduated in. ഹിന്ദി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല. അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം ഹിന്ദി മീഡിയത്തിലായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച ഹിന്ദി ആയിരുന്നു. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. अभी भी हिंदी मालूम आपको? Yes, I know. अच्छा ठीक है. ഛത്രപൂരിലേക്ക് പോകാൻ കാര്യം എന്താ? റീവേ ചെയ്യാതെ? റീവേയിലല്ല, അന്നേരം ഞങ്ങളെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത് ഛത്രപൂരിലാണ്. അങ്ങനെയാണ് ഞാൻ ഛത്രപൂർ പോയത്. അന്ന് മധ്യപ്രദേശ് ഗവൺമെന്റ് ആണല്ലോ. ഭോപ്പാലിന് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ ഭോപ്പാൽ അല്ല? ഒരു പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ടുണ്ട്, ഏതോ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട്. ഓക്കെ. അന്ന് സെക്രട്ടേറിയറ്റിലൊക്കെ പോയത്, ഹെൽത്തിലൊക്കെ പോയതായിട്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നെ കൊണ്ടുപോയത്. അന്ന് എവിടെയാ കസിൻ താമസിച്ചെന്ന് ഓർമ്മയുണ്ടോ? അതറിയത്തില്ല. ഈ റീവയ്ക്ക് നേരിട്ട് കേരളത്തിൽ നിന്ന് എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? ജബൽപൂർ വഴിയാണോ, എങ്ങനെ കട്നി വഴിയാണോ, ഓർമ്മയുണ്ടോ? ഏത് ട്രെയിനാണോ? എങ്ങനെ ഇട്ടാർസി വന്നിട്ട് മാറി? ഇട്ടാർസി വന്നിട്ട് മാറി. ഇട്ടാർസി വരെ ഒരു ട്രെയിനെ വരും. മദ്രാസിൽ നിന്ന് ഇട്ടാർസി പിന്നെ നേരെ സത്ന ബസ്സേ പോകും, ലോറിക്ക് പോകും. അതെ. റീവ അന്ന് നല്ല ചൂടുള്ള സ്ഥലമല്ല? നല്ല ചൂടുള്ള സ്ഥലമാണ്. മധ്യപ്രദേശ് നോർമലി ചൂടുള്ള സ്ഥലമാണ്. അവിടുത്തെ ഭക്ഷണം അന്ന് ചപ്പാത്തിയൊക്കെ ആയിരുന്നു. അതൊക്കെ അങ്ങ് യൂസ്ഡ് ആയി. അന്ന് അവിടെ നോൺ വെജിറ്റേറിയൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടല്ലായിരുന്നു? അല്ല, മട്ടൺ കിട്ടുമായിരുന്നു. ഓക്കെ. അന്ന് എത്ര സ്റ്റുഡൻസ് ആ ക്ലാസ്സിലുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? ഞങ്ങൾ 22. ഓക്കെ. അതിൽ മലയാളിയായിരുന്നു ഞങ്ങൾ കൂടുതലും. എല്ലാവരും 20 പേര് മലയാളിയായിരുന്നു. 2 നോർത്ത് ഇന്ത്യൻസേ ഉള്ളായിരുന്നു. ഡോക്ടേഴ്സ് ആരെങ്കിലും ഇന്ത്യൻ മലയാളീസ് ഉണ്ടായിരുന്നായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. എല്ലാവരും അവിടെ നോർത്ത് ഇന്ത്യക്കാർ, ശർമ്മ, വർമ്മ, സക്സേന ആയിരുന്നു. റീവ ഒരു നല്ല സ്ഥലമായിരുന്നു. ഞാൻ എൻ്റെ ഈ അമ്മാമ എന്നെ കൊണ്ടുപോയ അമ്മാമ അവിടെ അടുത്ത് താമസിച്ചിട്ടുണ്ടോ? വല്ല എനിക്ക് ഓഫ് കിട്ടുമ്പോഴൊക്കെ ഞാൻ അമ്മാമ്മയുടെ വീട്ടിൽ പോകുമായിരുന്നു. റീവായിക്കാട് ഞങ്ങളുടെ കോളേജിന്റെ അടുത്ത് തന്നെയായിരുന്നു. അമ്മാമ്മയുടെ കൂട്ടത്തിൽ മാർക്കറ്റിൽ പോകും. ഞാൻ ഒരു മാസം മുമ്പേ അമ്മാമ്മയുടെ അടുത്ത് പോയി താമസിച്ചു. അമ്മാമ എന്നെ കൊണ്ട് മാർക്കറ്റിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ യൂസ്ഡ് ആയി. റീവയിലെ അമ്മാമ്മയ്ക്ക് അറിയാം, അർജുൻ സിംഗ് എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അത് റീവ സ്വദേശിയായിരുന്നു. കേട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി ഓർമ്മയില്ല. ഓക്കെ. റീവയിലാണ് ആദ്യമായിട്ട് വെള്ളപ്പുലിയെ മധ്യപ്രദേശ് കണ്ടെത്തിയത്. ആ വെള്ളപ്പുലി ഇപ്പോഴും ഭോപ്പാൽ സൂവിലുണ്ട്. ഒരു ഇൻഫർമേഷൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ റീവ ചെറിയ സിറ്റി അല്ലായിരുന്നു സത്യത്തിലെ? കേരളത്തിൽ ചെറിയ സിറ്റി ആയിരുന്നാലും നല്ലതായിരുന്നു. ആ മെഡിക്കൽ കോളേജ് വളരെ സ്പേഷ്യസ്, നല്ലൊരു മെഡിക്കൽ കോളേജ്. അവിടുത്തെ പേഷ്യൻസ് ഒക്കെ എല്ലാ റിക്ഷക്കാരും ക്ഷയരോഗികളും ഒക്കെ അല്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ അവിടുത്തെ മേട്രൻ ഒരു മലയാളിയായിരുന്നു, ആലുവാക്കാരത്തിയായിരുന്നു മേട്രൻ. അവിടുത്തെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെ നഴ്സസ് ഒക്കെ താമസിക്കുന്ന ഒക്കെ അറിയാമായിരുന്നു. താങ്ക് യു അമ്മാമ. അത് കഴിഞ്ഞ് റീവ അമ്മാമ നേരിട്ട് എങ്ങോട്ടാ പോയത്? ഞാൻ ഡൽഹിക്ക്. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സെലക്ഷൻ കിട്ടിയത്. അവിടെ പോയി ഇന്റർവ്യൂ കൊടുത്തു, സെലക്ഷൻ കിട്ടി. ഓ ശരി. ഏത് വാർഡിലോട്ട്, ഏത് ഡിപ്പാർട്ട്മെന്റ്? എമർജൻസി കെയറിലോട്ട്. ഓക്കെ. അന്നും അമ്മമ്മ 3.5 ഇയറിലെ ഡിപ്ലോമയാണ് കയ്യിലുള്ളത് അല്ലേ? ഓക്കെ. ഓൾ ഇന്ത്യയിൽ എത്ര വർഷം ജോലി ചെയ്തു? 2 വർഷം. ഓ ശരി. അപ്പോഴൊക്കെ അമ്മമ്മ ബാച്ചിലർ സിംഗിൾ ആണ്? അത് ശരി. ഏത് വർഷം കല്യാണം കഴിക്കുന്നത്? 79. അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നോ? ഇല്ല, പുള്ളി ടീച്ചറായിരുന്നു. പുള്ളി ഹൈദരാബാദിലായിരുന്നു. ഓക്കെ. എന്നിട്ട് പിന്നെ അമ്മ ഹൈദരാബാദിന് ട്രാൻസ്ഫർ മേടിച്ചോ? No. At that time I was in Libya. When our marriage. How did you go to Libya? Who helped and why you went? People came for the interview, so we went there for the interview and I got selection, then I went. So you did a job in medical college only there? Okay. Which department? Cardiology. Okay. Libya തലസ്ഥാനം Tripoli. അന്ന് എയർപോർട്ടിലൊക്കെ ട്രിപ്പോളിയിലുണ്ടോ? ഉണ്ട്. എവിടുന്നാ നമ്മൾ ട്രാൻസിറ്റ് എടുത്ത് പോകുന്ന ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഇല്ല. ഓക്കെ. ലിബിയ പൊതുവെ അമ്മാമ്മയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു? നല്ല സ്ഥലമായിരുന്നു. അന്നത്തെ കാലത്തെ ഒത്തിരി നല്ല സ്ഥലമായിരുന്നു. ഗഡാഫിയെ ഒത്തിരി നല്ല മനുഷ്യനായിരുന്നു. അന്നത്തെ കാലത്ത് നല്ലതായിരുന്നു.
പിന്നെ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒത്തിരി നല്ലതായിരുന്നു. സ്പെഷ്യലി ഞാൻ കാർഡിയോളജിയിലായിരുന്നു. ICU കാർഡിയാക് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നിടത്തായിരുന്നു. ഞാൻ അവിടെ 7 വർഷം 8 വർഷം ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തു. സോ ഐ വാസ് ഇറ്റ് വാസ് സോ ഗുഡ്, വെരി കണ്ടന്റ് ആയിരുന്നു. സോ ലിബിയയിലെ ട്രിപ്പോളിയിലൊക്കെ ഈ അദ്ദേഹത്തിന് റോയൽ പാലസിലൊക്കെയാണ് ട്രീറ്റ്മെന്റ് എങ്ങനെ? ഇല്ല, വീട്ടിൽ പോയിട്ടൊന്നുമില്ല. പുള്ളിക്കാരൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. ഞങ്ങളുടെ കാർഡിയോളജി ഹോസ്പിറ്റൽ അങ്ങേരുടെ പേരിൽ ഉണ്ടാക്കിയ ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങളുടെ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു അങ്ങേരെ നോക്കിക്കൊണ്ടിരുന്നത്. അന്നേരം അയാളെ 3 months ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ ഒന്നിച്ചിരുന്ന് ടീ കുടിച്ചിട്ടുണ്ട്. കേണൽ ഗദ്ദാഫി എന്നാണ് കേണൽ ഗദ്ദാഫിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയൺമാൻ ആണ്, അല്ലെ? വളരെ നമ്മുടെ സദ്ദാം ഹുസൈനെ പോലെ വളരെ സ്ട്രോങ് ആണ്, സ്ട്രിക്റ്റ് ആണ്. അത് രാജ്യം ഭരിക്കുന്നതിന് മനുഷ്യൻ ഞങ്ങളോടൊക്കെ നല്ലതായിട്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ചായ കുടിക്കുമായിരുന്നു. ഒരു തവണ ഒരു ഇസ്രായേലിന്റെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് ലിബിയ കൊണ്ടുപോയ കാര്യം ഓർമ്മയിലുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. വേറെ എന്താണ് അവിടെ? നല്ല പെട്രോളിയം